നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തോട് സ്നേഹമുള്ളവർ, അവിടുത്തെ ഇഷ്ടപ്പെടുന്നവർ ജന്മദിനം ആഘോഷിക്കണമെന്നാണ്, ജന്മദിനം ആഘോഷിച്ചിരിക്കുമെന്നാണ് ഇന്ന് ആളുകൾ പറയുന്നത്. പറഞ്ഞ് അത് പോയി ചില ആളുകൾ അറബിയിലും മറ്റുമൊക്കെ ഈ കാര്യം കൊണ്ട് നടക്കുന്ന ചിലർ പറയാൻ തുടങ്ങി, ഒരാൾ ജന്മദിനം ആഘോഷിക്കുന്നില്ലെങ്കിൽ റബീഉൽ അവ്വൽ 12-ന് അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കുന്നില്ലെങ്കിൽ അവൻ സിന്ദീഖാണ്, നിരീശ്വരവാദിയാണ്. അങ്ങനെ വരെ ആരോപിക്കാൻ തുടങ്ങി. അവർ പറയും, നിങ്ങൾ ജന്മദിനം ആഘോഷിക്കാത്തത് നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്നേഹമില്ലാത്തത് കൊണ്ടാണ്. സഹോദര, തിരിഞ്ഞു നോക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തങ്ങളുടെ ജീവനേക്കാൾ സ്നേഹിച്ച സഹാബികളുടെ ചരിത്രം എടുക്കുക. ഇത്രയധികം സഹാബിമാർ അവർക്കിടയിലുണ്ട്. ഏതെങ്കിലും ഒരു സഹാബി അബൂബക്കർ അസ്സദ്ദീഖ് റളിയല്ലാഹു അൻഹു, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒപ്പം എന്നും ഉണ്ടായിരുന്നവർ, ഹിജ്റയുടെ സന്ദർഭത്തിൽ അവിടുത്തോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിട്ടുപിരിയാതെ യാത്ര ചെയ്തവർ. ഇന്ന മിൻ അമന്നിൻ നാസി അലയ്യ ബിസുഹ്ബതിഹി വമാലിഹി അബൂബക്കറിൻ, ജനങ്ങളുടെ കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും അധികം സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും സഹായം ചെയ്തത് അബൂബക്കർ അസ്സദ്ദീഖാണ്. 2.5 വർഷം അദ്ദേഹത്തിൻ്റെ ഖിലാഫത്തുണ്ട്. ഏതെങ്കിലും ഒരു റബീഉൽ അവ്വലിൽ അബൂബക്കർ അസ്സദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ട് ഒരു കാരക്കയുടെ കഷ്ണമെങ്കിലും ഒരാൾക്ക് നൽകിയ സംഭവം ഹദീസുകളിൽ, ആസാറുകളിൽ എവിടെയെങ്കിലും സ്ഥിരപ്പെട്ടിട്ടുണ്ടോ? ഇന്ന് ആളുകൾ ഒരു പോസ്റ്റർ ഇറക്കും, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇത്ര സ്വർണം ദാനം ചെയ്തു, ഉമർ റളിയല്ലാഹു അൻഹു ഇത്ര കാരക്ക കൊടുത്തു. ഒന്നും ഒരു ഹദീസിലും തെളിവ് വരാത്തതാണ്. ഒരു സനദ് അതിന് നിങ്ങൾ കൊണ്ടുവന്നാൽ അത് ആഘോഷിക്കാൻ നിങ്ങളോടൊപ്പം മുന്നിൽ നമ്മൾ നിൽക്കാം. ഒരു സനദുമില്ലാത്ത, ഒരു തെളിവുമില്ലാത്ത, ഒരു പരമ്പരയുമില്ലാത്ത ഏതോ ഒരാൾ എഴുതിവിട്ട സംഭവമല്ലാതെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ശേഷം വന്ന ഖുലഫാകളിൽ ആരെങ്കിലുമോ, ഉമർ ഇബ്നുൽ ഖത്താബ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അലി ഇബ്നു അബി താലിബ്, ഏതെങ്കിലും ഒരു സഹാബി, അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ, അദ്ദേഹം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നുപോയ സ്ഥലങ്ങളിലൂടെ നടക്കാൻ ശ്രദ്ധിച്ചിരുന്നു എന്നാണ്. അവിടുന്ന് ഇരുന്ന സ്ഥലങ്ങളിൽ ഇരിക്കാൻ ശ്രദ്ധിച്ചിരുന്നു. അദ്ദേഹം അതിൽ വളരെ കണിശത പുലർത്തിയിരുന്നയാളാണ്. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ, അദ്ദേഹത്തിൻ്റെ ചരിത്രം എടുക്കുക. ഏതെങ്കിലും ഒരു റബീഉൽ അവ്വലിൽ ഇതാ ഇന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരു സ്വഹാബികൾ എന്തെങ്കിലും ഒരു പ്രത്യേകമായ പ്രവർത്തനം ചെയ്തത് നിങ്ങൾക്ക് കാണിച്ചു നൽകാൻ സാധിക്കുമോ? ഏതെങ്കിലും ഒരു റബീഉൽ അവ്വലിൽ? ഇല്ല, ഒരു സഹാബിയും ചെയ്തിട്ടില്ല. സഹാബികൾക്ക് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈറുൻ നാസി ഖർനി സുമ്മ അല്ലദീന യലൂനഹും, ഏറ്റവും നല്ല ജനങ്ങൾ എൻ്റെ തലമുറയാണ്, പിന്നെ അതിന് ശേഷമുള്ളവർ എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സർട്ടിഫിക്കറ്റ് നൽകിയ സമൂഹമാണ് താബിഈങ്ങളുടെ സമൂഹം. അവരിലാരെങ്കിലും, തബഉ താബിഈങ്ങളിലാരെങ്കിലും, നിങ്ങൾ പറയാറുണ്ടല്ലോ ഞങ്ങൾ മദ്ഹബിൻ്റെ ഇമാമുമാരെ പിൻപറ്റുന്നവരാണ്. എന്തിനധികം നിങ്ങൾ പറയാറുള്ളത് മദ്ഹബിൻ്റെ ഇമാമുമാരെ തഖ്ലീദ് ചെയ്യണമെന്നാണ്. അവർ പറഞ്ഞ അഭിപ്രായത്തിന് ഒരിക്കലും പുറത്തു പോകാൻ പാടില്ല എന്നാണ്. അത് പുറത്തുപോയാൽ, അങ്ങനെ ഇമാമിങ്ങൾ പറയാത്ത ഒരു വാക്ക് ഒരാൾ ദീനിൻ്റെ കാര്യത്തിൽ പറഞ്ഞാൽ അവൻ ളാലാണ്, മുദില്ലാണ്, വഴിപിഴച്ചവനാണ്, വഴിപിഴപ്പിക്കുന്നവനാണ് എന്ന് പറയുന്നവർ. ചോദിക്കട്ടെ, 4 ഇമാമിമാരിൽ ഏതെങ്കിലും ഒരു ഇമാം ഏതെങ്കിലും ഒരു റബീഉൽ അവ്വലിൽ ഒരു ദിവസം ആഘോഷിച്ചിട്ടുണ്ടോ? ഇല്ല. ഈ കാര്യം ഈ പറഞ്ഞവരുടെ അടുക്കലൊന്നുമില്ല. നീ പറയുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കാത്തവരാണ് ജന്മദിനം ആഘോഷിക്കാത്തത് എന്ന്. ഈ പറയുന്ന ആളുകളൊക്കെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്നേഹമില്ലാത്തവരാണ് എന്നാണ് നീ പറയുന്നത്. എത്ര ഗുരുതരമായ വാക്കാണിത്! ആളുകൾ തർക്കിക്കാൻ വേണ്ടി പറയുന്ന വാക്കാണിതൊക്കെ. നിനക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്നേഹമില്ലാത്തത് കൊണ്ടാണ് നീ ജന്മദിനം ആഘോഷിക്കാത്തത് എന്ന് പറയും. ശരി, ഈ കാണുന്ന സഹാബിമാർ, ഈ കാണുന്ന ഇമാമുമാർ, ഈ കാണുന്ന പണ്ഡിതന്മാർ, ഇവരാരും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്നേഹമില്ലാത്തവരും പിൽക്കാലഘട്ടത്തിൽ വന്ന നിന്നെപ്പോലെ കുറച്ച് ആളുകൾ മാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്നേഹമുള്ളവരുമാവുകയോ? അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ചരിത്രത്തിൽ ഏതു ഭാഗമാണ് നീ ആക്ഷേപിക്കാതെ, ഏതു മുസ്ലിമീങ്ങളെയാണ് നീ ആക്ഷേപിക്കാതെ ബാക്കി വച്ചിരിക്കുന്നത്? എല്ലാ സഹാബികളെയും നീ ആക്ഷേപിച്ചു, എല്ലാ താബിഈങ്ങളെയും ആക്ഷേപിച്ചു, എല്ലാ തബഉ താബിഈങ്ങളെ ആക്ഷേപിച്ചു. അവരാരും നബിദിനം ആഘോഷിച്ചതായി ഒരു സംഭവം പോലും സ്ഥിരപ്പെട്ടത് കാണാൻ സാധിക്കുകയില്ല. അതാണ് രണ്ടാമത്തെ കാര്യം.